ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 160. മരിയസ്തുതി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന ആ മരിയസ്തുതിയുടെ ആദ്യത്തെ ഭാഗം, അതിൻ്റെ തിരുവചനങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് പ്രാർത്ഥന. അതിൽ ഓരോ കാര്യങ്ങളും സാമാന്യം ആഴത്തിൽ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം എങ്ങനെ ആരംഭിക്കുന്നത്? പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ. പരിശുദ്ധ മറിയമേ, അങ്ങനെ പറയുന്നത് ശരിയാണോ അച്ചോ? പരിശുദ്ധ മറിയമേ, അത് ശരിയാണോ? അങ്ങനെ പറയാമോ? വിശുദ്ധ മറിയമേ എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? പരിശുദ്ധ പിതാവ്, പരിശുദ്ധ കുർബാന, പരിശുദ്ധ തൃത്വം എല്ലാം ഒരേ അർത്ഥമാണോ? പരിശുദ്ധ തൃത്വം എന്ന അർത്ഥം, പരിശുദ്ധ തൃത്വം എന്ന് പറയുമ്പോൾ ഉള്ള അർത്ഥമാണോ നമ്മൾ മാർപ്പാപ്പയെ പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുമ്പോൾ? അല്ല. പരിശുദ്ധ കുർബാന എന്ന് വിളിക്കുമ്പോഴോ? അപ്പോഴും അല്ല, വേറെ വ്യത്യാസമുണ്ട്. പരിശുദ്ധ ആത്മാവ്, പരിശുദ്ധ റൂഹ അല്ലേ, റൂഹാദ് കൂദാശ, പരിശുദ്ധ ആത്മാവ് എന്ന് പറയുമ്പോൾ അപ്പോഴും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരേ വാക്കാണ് പലയിടത്തും ഉപയോഗിക്കുന്നതെങ്കിലും ഓരോ സന്ദർഭത്തിലും അർത്ഥവ്യത്യാസമുണ്ട്. നമ്മൾ പെന്തക്കോസ്തക്കാരെ പോലെയും ദൈവസഭക്കാരെ പോലെയും യഹോവ സാക്ഷികളെ പോലെയും ഒരു വാക്കിന് ഓരോ അർത്ഥമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അവർക്ക് പിതാവ് എന്ന് പറഞ്ഞ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുതെന്നതിന് അവർക്ക് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. കർത്താവ് ഉദ്ദേശിച്ചത് ഭൂമിയിൽ ആരെയും ദൈവപിതാവിന് തുല്യമായിട്ട് കണക്കാക്കരുതെന്നാണ്. അല്ലാതെ അപ്പനെ അപ്പാന്ന് വിളിക്കണ്ട, അളിയാന്ന് വിളിച്ചാൽ മതി എന്നല്ല കർത്താവ് ഉദ്ദേശിച്ചത്. എത്രയോ സ്ഥലത്ത് പിന്നീട് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പിതാവായിരുന്നു, നിങ്ങളെ കർത്താവിൽ ജനിപ്പിച്ചത് ഞാനാണ്. മർക്കോസിനെ എൻ്റെ പ്രിയ പുത്രൻ എന്നാണ് പത്രോസ് വിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പിതാവ്, ഏലിയ പ്രവാചകനെ ഏലീഷ പിതാവെന്നാണ് വിളിച്ചിരുന്നത്. നിങ്ങൾക്ക് അനേകം സുവിശേഷ പ്രഘോഷകരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, അത് ഞാനാണെന്ന് പൗലോസ്ലീഹ കൊരിന്ത്യക്കാരോട് പറയുന്നുണ്ട്. അപ്പോൾ പിതാവ് എന്ന വാക്കിന് ഓരോ സന്ദർഭത്തിലും ഓരോർത്ഥമാണ്. രാഷ്ട്രപിതാവ് എന്ന് നമ്മൾ ഗാന്ധിജിയെ വിളിക്കുമ്പോൾ ഇന്ത്യയെ പ്രസവിച്ചിട്ട ആൾ എന്നാണ് അർത്ഥം, അല്ലല്ലോ. അല്ലെങ്കിൽ രാഷ്ട്രശില്പി എന്ന് നെഹ്റുവിനെ വിളിക്കുമ്പോൾ അത് ശരി, ഇന്ത്യ എന്ന കെട്ടിടം പണിത ആളെന്നാണ് ഉദ്ദേശിക്കുന്നത്, ശില്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും വാക്കുകൾക്ക് അർത്ഥവ്യത്യാസമുണ്ട്. ഒരു വാക്ക് പലയിടത്തും ഉപയോഗിച്ചാൽ പല അർത്ഥത്തിലാണ്. അപ്പം നമുക്കത് ഇങ്ങനെ ഉപയോഗിക്കാമോ? പരിശുദ്ധ മറിയമെന്ന് വിളിക്കാമോ? വിശുദ്ധ മറിയമെന്ന് വിളിച്ചാൽ മതിയോ? അല്ലെങ്കിൽ എന്താണ് ഈ പരിശുദ്ധ മറിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വക കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഈ നൈർമല്യം, പവിത്രത, ശുദ്ധം എന്നൊക്കെയാണ് ശുദ്ധി എന്ന വാക്കിനർത്ഥം. ശുദ്ധി എന്ന വാക്കിന് നൈർമല്യമുള്ളത്, പവിത്രമായത്, ശുദ്ധമായത്. ശുദ്ധി എന്നതിനോട് വി ചേർക്കാൻ മുമ്പിൽ വി, അപ്പോൾ വിശുദ്ധിയായി. വിശുദ്ധ, വിശുദ്ധൻ, വിശുദ്ധി. വി ചേർക്കുമ്പോൾ അപ്പോൾ വേർതിരിക്കപ്പെട്ടത്, വിശേഷപ്പെട്ടത്, അങ്ങനെ ഒരർത്ഥം കിട്ടുകയാണ്. വിശേഷപ്പെട്ട ശുദ്ധി ഉള്ളതാണ് വിശുദ്ധി ഉള്ളത്. വിശേഷപ്പെട്ട ശുദ്ധനാണ് ഇല്ലേ, നൈർമല്യവും പവിത്രതയും ഉള്ളവനാണ് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ. അപ്പോൾ വേർതിരിക്കപ്പെട്ടത്, വിശേഷപ്പെട്ടത് എന്ന ഒരു അർത്ഥമാണ് വിശുദ്ധി. ശുദ്ധി എന്ന വാക്കിനോട് വിശുദ്ധി എന്ന് ചേരുമ്പോൾ വിശേഷപ്പെട്ട വിശുദ്ധിയിൽ ജീവിച്ചവരാണ് വിശുദ്ധര്. ശുദ്ധി എന്ന വാക്കിന് മുമ്പിൽ പരി എന്ന് ചേർത്താൽ പരിശുദ്ധി, പരിശുദ്ധം, പരിശുദ്ധ കുർബാന, പരിശുദ്ധ മറിയമേ, പരിശുദ്ധ പിതാവ്. പരി എന്ന് ചേർക്കുമ്പോൾ അതിന് പരി എന്നതിന് എല്ലാം തികഞ്ഞത് എന്നാണ് അർത്ഥം, കംപ്ലീറ്റ്. അല്ലെങ്കിൽ അതിനൊരു സാകല്യാവസ്ഥയിൽ, ഹോൾ ഇല്ലേ, സകലതും എന്നുള്ളതിൻ്റെ അതാണ് സാകല്യാവസ്ഥ. പരമമായി എന്നൊക്കെ അർത്ഥം. എല്ലാ പൂർണ്ണതയും ഉള്ളതാണ് പരിപൂർണത. എല്ലാം തികഞ്ഞ പൂർണ്ണതയുള്ളതാണ് പരിപൂർണത. അപ്പോൾ കംപ്ലീറ്റ് എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഹോൾ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് എന്ന അർത്ഥത്തിൽ, അതൊക്കെയാണ് ഈ പരി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ പരിശുദ്ധം, പരിശുദ്ധി എന്നൊക്കെ പറയുന്നത്. ചുരുക്കത്തിൽ പവിത്രതയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് വിശുദ്ധ എന്നതും പരിശുദ്ധ എന്നതും. സാധാരണ കാര്യങ്ങളിൽ നിന്നോ ഭൗതിക കാര്യങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടത്, വിശേഷമായി മാറ്റി നിർത്തപ്പെട്ടത്, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവർ എന്നാണ് വിശുദ്ധ, വിശുദ്ധാൻ എന്നൊക്കെ, വിശുദ്ധി എന്നൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൗതിക ലോകത്തുനിന്നും വേർതിരിക്കപ്പെട്ടത്, മാറ്റി നിർത്തപ്പെട്ടത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ പരിശുദ്ധ എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതീവ പരിശുദ്ധി, കേവല പരിശുദ്ധി, ആബ്സൊല്യൂട്ട് ഹോളിനെസ്, എല്ലാം തികഞ്ഞ പരിശുദ്ധി, കംപ്ലീറ്റ് ഹോളിനെസ്, പവിത്രതയുടെ പരകോടി എന്നൊക്കെ പറയാം. ഇപ്പം നമ്മൾ പരിശുദ്ധ തൃത്വം എന്ന് പറയുമ്പോൾ
പരിശുദ്ധ തൃത്വം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ റൂഹ, പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, അവിടെ കേവല പരിശുദ്ധി, എല്ലാം തികഞ്ഞ പരിശുദ്ധി, പവിത്രതയുടെ പരകോടി എന്നൊക്കെ അർത്ഥം. അത്രയും വിശുദ്ധി ഇല്ലെങ്കിലും നമ്മൾ പരിശുദ്ധ ബൈബിൾ, ചിലപ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പറയും, പക്ഷെ പരിശുദ്ധ ബൈബിൾ എന്നും പറയും, ഹോളി ബൈബിള്. പരമപരിശുദ്ധനായ ദൈവം വെളിപ്പെടുത്തിയ തിരുവചനം എന്നാണ് അവിടെ അർത്ഥം, അഥവാ വെളിപാട് എന്നാണ് അർത്ഥം. അപ്പൊ ദൈവത്തിന്റെ വചനമാണിത്. പരമപരിശുദ്ധിയായ ദൈവം അവന്റെ വെളിപാട്, വിശുദ്ധമായ വെളിപാടുകൾ നൽകിയ തിരുവചനം എന്നാണ് അർത്ഥം. പക്ഷേ പരിശുദ്ധ തൃത്വം എന്നോ പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന അതേ പരിശുദ്ധി ഈ പരിശുദ്ധ ബൈബിളിനില്ല. ഈ ദൈവവചനമാണ്. യേശുവിന്റെ മറ്റൊരു പേരാണ് ദൈവവചനം. വെളിപാട് പുസ്തകം പറയുന്നുണ്ട്, ദൈവവചനം എന്ന് വിളിക്കപ്പെടുന്നത് യേശുവാണ്. നമ്മൾ ബൈബിളിൽ ദൈവവചനം എന്നാ പറയുക. രണ്ടും ഒരേ ആളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും രണ്ടിനും ഒരേ അർത്ഥമല്ല ഉള്ളത്. ദൈവവചനം എന്ന ആളാണ് ഈശോ എങ്കിൽ അവന്റെ വചനമാണ് നമ്മൾ പറഞ്ഞ ദൈവവചനമായ ബൈബിള്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് അവിടെ ഉദ്ദേശിക്കുമ്പോൾ. വിശുദ്ധ ഗ്രന്ഥമെന്നോ പരിശുദ്ധ ബൈബിൾ എന്നോ പറയുമ്പോൾ പരിശുദ്ധ തൃത്വം എന്ന അതേ അർത്ഥമല്ല ഉള്ളത്. അവിടെ പരിശുദ്ധ എന്ന വാക്കിനുള്ള അർത്ഥമല്ല ഉള്ളത്, കുറച്ച് വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നു. വിശുദ്ധ കുർബാന എന്ന് ചിലർ പറയും, ചിലർ പരിശുദ്ധ കുർബാന എന്ന് പറയും. പരമപരിശുദ്ധനായ ദൈവം, അതായത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട് ദൈവപിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ദൈവം തന്നെയായ പുത്രൻ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ സന്നിഹിതനാകുന്ന ആ കൂദാശിയാണ് പരിശുദ്ധ കുർബാന. അപ്പൊ പരിശുദ്ധ എന്നവിടെ പറയുമ്പോൾ, വിശുദ്ധ കുർബാന എന്നോ പരിശുദ്ധ കുർബാന എന്നോ പറയുമ്പോൾ വരുന്നത് പരമപരിശുദ്ധനായ ദൈവം തന്നെയാണ്. പരമപരിശുദ്ധനായ ദൈവം തന്നെയാണ് നമ്മിലേക്ക് വരുന്നത്. എങ്കിലും പരിശുദ്ധ തൃത്വം, പരിശുദ്ധ റൂഹ എന്ന് പറഞ്ഞ അത്രയും അതേ അർത്ഥമല്ല പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ. കാരണം അത് കൂദാശയുടെ രൂപത്തിലാണ്. അദൃശ്യമായ ദൈവവരപ്രസാദം, ദൈവിക ജീവൻ നൽകുന്ന ദൃശ്യമായ അടയാളമാണിത്. അടയാളം നമ്മൾ കാണുന്നത് അടയാളമാണ്, കാണപ്പെടാത്തത് ദൈവിക ജീവനാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധ തൃത്വത്തെ മുഖത്തോട് മുഖം കാണും. അപ്പൊ കൗതാശികമായിട്ടല്ല, നേരിട്ടാണ്. അടയാളമായിട്ടല്ല, യാഥാർത്ഥ്യമായിട്ടാണ്, നേരിട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ പരിശുദ്ധ തൃത്വത്തെ നേരിട്ട് കാണുന്നതും ഇപ്പോൾ കുർബാനയിൽ പരിശുദ്ധ ദൈവത്തെ കാണുന്നതും കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ കൗതാശികമായിട്ടാണ്, അപ്പോൾ നേരിട്ടാണ്. ആ വ്യത്യാസമുണ്ട്. അപ്പൊ ഇനി പരിശുദ്ധ മറിയം എന്ന് പറഞ്ഞാലോ, പരമപരിശുദ്ധനായ ദൈവം മനുഷ്യനായി പിറക്കാൻ കണ്ടെത്തിയ മനുഷ്യ സ്ത്രീയെ ദൈവകൃപയിൽ സൃഷ്ടിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ദൈവകൃപയിൽ അവൾ വളരും ചെയ്തു. പരമപരിശുദ്ധനായ ദൈവം മനുഷ്യനായി പിറക്കാൻ കണ്ടെത്തിയ പാത്രമാണ്, മനുഷ്യ സ്ത്രീയാണ് മറിയം. അവൾ ദൈവകൃപയിൽ സൃഷ്ടിച്ചു. നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞതാണ് പല പ്രാവശ്യം. അവൾ ആ ദൈവകൃപയിൽ ജീവിച്ചു. ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ ദൈവകൃപയിൽ ജീവിച്ചു. അതിനെയാണ് പരിശുദ്ധ മറിയം എന്ന് പറയുന്നത്. ഞാനിതൊന്ന് ഈ പരിശുദ്ധ പിതാവ് എന്ന് മാർപ്പാപ്പയെ വിളിക്കുമ്പോൾ പരിശുദ്ധ മറിയം എന്ന് വിളിക്കുന്ന അർത്ഥത്തിലല്ല, പരിശുദ്ധ തൃത്വം എന്ന അർത്ഥത്തിലല്ല, പരിശുദ്ധ കുർബാന എന്ന അർത്ഥത്തിലല്ല. പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുമ്പോൾ അതൊരു സംജ്ഞയാണ്, ഒരു ടൈറ്റില്. ഇപ്പൊ നമ്മൾ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് പറയും. ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ ഗവർണറെ എക്സലൻസി എന്ന് പറയാം. ഹിസ് എക്സലൻസി ഗവർണർ, അവര് എക്സലന്റ് ആയിരിക്കുന്നത് കൊണ്ടോ ഓണറബിൾ എന്ന് പറയുന്നത് ഇല്ലേ, ബഹുമാന്യൻ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ടൈറ്റിലാണ്. അതുപോലെ ഒരു സംജ്ഞയാണ് പരിശുദ്ധ പിതാവ് എന്ന് പറഞ്ഞാൽ, ഹോളി ഫാദർ എന്ന് പറഞ്ഞാൽ. പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവനും സഭാമക്കളെയും ലോകത്തെയും പരിശുദ്ധിയുടെ വഴിയിൽ നടത്താൻ ദൗത്യം ലഭിച്ചവനും എന്നാണ് അവിടെ അർത്ഥം. പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവനും സഭാമക്കളെയും ലോകത്തെയും പരിശുദ്ധിയുടെ വഴിയിൽ നടത്താൻ ദൗത്യം ലഭിച്ചവനും എന്നാണ് അർത്ഥം. നമുക്ക് ഒരേ സമയത്ത് ഒരു വാക്കിന് തന്നെ പല അർത്ഥം വരുന്ന ഒരു സംഗതിയെ കുർബാനയിൽ പറയാം. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. വിശുദ്ധ കുർബാന, അവിടെ വിശുദ്ധ എന്ന വാക്കിന് ഉപയോഗിക്കുന്ന വാക്ക് കുർബാന വിശുദ്ധമാണ്. അതേ അർത്ഥമാണോ വിശുദ്ധ ജനത്തിനുള്ളതെന്നുള്ള അർത്ഥത്തിൽ? രണ്ട് സ്ഥലത്തും വിശുദ്ധ എന്ന വാക്കാണ്. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനാണ്. അത് കേൾക്കുമ്പോൾ ജനത്തിനൊരു പേടിയാണ്. അപ്പോൾ അവർ പറയും ഏകനായ പിതാവ് പരിശുദ്ധൻ, ഏകനായ പുത്രൻ പരിശുദ്ധൻ, ഏകനായ റൂഹ പരിശുദ്ധൻ. അതായത് പരിശുദ്ധിയുടെ ഉറവിടം ദൈവമാണ്. അവന്റെ കൃപയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വിശുദ്ധ വസ്തുവായ കുർബാന സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ ഏറ്റുപറയാണ്.
എളിമയോടെ ഏറ്റു പറയാണ്, ഞങ്ങൾക്ക് വിശുദ്ധിയൊന്നുമില്ല. ഞങ്ങൾ വിശുദ്ധ ജനമാണ്, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്, എങ്കിലും ഞങ്ങൾക്ക് വിശുദ്ധിയില്ല. വിശുദ്ധിയുടെ ഉറവിടമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൃപയായാൽ, കരുണയായാൽ ഞങ്ങൾക്ക് ഈ കുർബാന സ്വീകരിക്കാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാം. വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധിയുള്ളവർക്ക് നൽകപ്പെടുന്നതായിരുന്നു മുമ്പ്. വിശുദ്ധ വസ്തുവും വിശുദ്ധിയുള്ളവർക്ക് നൽകപ്പെടുന്നു. വിശുദ്ധ വസ്തു എന്ന് പറയുന്നത് കുർബാനയാണ്. ഇപ്പം അത് വിശുദ്ധ കുർബാനമാക്കി. വിശുദ്ധ വസ്തു എന്നായിരുന്നു ഒറിജിനല്. വിശുദ്ധിയുള്ളവർക്ക് നൽകപ്പെടുന്നു. ആർക്കാ ശരിക്കും വിശുദ്ധിയുള്ളത്? ദൈവത്തിനല്ലാതെ. അപ്പൊ നമ്മൾ ഏറ്റു പറയാണ് ഇല്ലേ, ഏകപിതാവ് പരിശുദ്ധൻ, ഏകപുത്രൻ പരിശുദ്ധൻ, ഏകറൂഹ പരിശുദ്ധൻ. അവരുടെ കൃപയുണ്ടെങ്കിൽ, ആ കൃപയിലാണ് ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ, അവരുടെ വിശുദ്ധിയുടെ ഒരു നിഴല് ഞങ്ങളുടെ മേത്ത് വീണാൽ ഈ വിശുദ്ധ വസ്തുവായി കുർബാന ഞങ്ങൾക്ക് സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ബൈബിളിൽ അടിസ്ഥാനമുണ്ട്. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളെ, സത്യവിശ്വാസികളെ വിശുദ്ധർ എന്നാണ് പൗലോസ് എപ്പോഴും വിശേഷിപ്പിക്കുക. അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളിലും കാണാം. റോമാലേഖനം 1:3, റോമായിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും. റോമായിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാര്. റോമായിലുള്ള സഭയിലുണ്ടായിരുന്ന എല്ലാവരും നമ്മളിപ്പോൾ സഭയിൽ വിശുദ്ധർ എന്ന് പറയുന്ന പോലെ വിളിക്കപ്പെട്ടവരായിരുന്നോ? അല്ല, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അവർ വിശുദ്ധരെന്ന് വിളിക്കുന്നു. റോമാലേഖനം 1:3. 1 കൊരിന്ത്യർ 1:2, ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തെ വിളിച്ചപ്പെട്ടിരിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. വിശുദ്ധന്മാർക്കാണ് കൊരിന്തോസിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. 1 കൊരിന്തോസ് എഴുതിയിരിക്കുന്നത് 1:2. 2 കൊരിന്തോസ് 1:1 എഴുതിയിരിക്കുകയാണ്, കൊരിന്തോസിലെ ദൈവസഭയ്ക്കും അഖായിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. അഖായിയ എന്ന് പറഞ്ഞാൽ ആ ഒരു റീജിയനാണ്. അവിടെയും കൊരിന്തോസ് എന്ന നഗരമാണ്. അവിടെയുള്ള സകല വിശുദ്ധന്മാർക്കുമാണ് പൗലോസ് 2ാമത്തെ ലേഖനം എഴുതിയിരിക്കുന്നത്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം വിശുദ്ധർക്കാണ് എഴുതിയിരിക്കുന്നത്. റോമാലേഖനം എഴുതിയിരിക്കുന്നത് വിശുദ്ധർക്ക്. കൊരിന്തോസിൽ 1ാമത്തെ ലേഖനം എഴുതിയിരിക്കുന്നത് വിശുദ്ധർക്ക്. കൊരിന്തോസുകാർക്കുള്ള 2ാമത്തെ ലേഖനം എഴുതിയിരിക്കുന്നത് വിശുദ്ധർക്ക്. എഫേസസിലുള്ള വിശുദ്ധർക്ക് ലേഖനം എഴുതുന്നതാണ് എഫേസസ് 1:1. എഫേസസിലുള്ള വിശുദ്ധന്മാർക്ക്. കൊളോസ ലേഖനം 1:1, കൊളോസയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശുദ്ധ സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. കൊളോസയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനം. ഫിലമോൻ 1:5, കർത്താവായ യേശുവിനോടും സകല വിശുദ്ധരോടും നിനക്കുള്ള സ്നേഹം. സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹം. സഭാംഗങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ സഭാംഗങ്ങളെ, സത്യവിശ്വാസികളെ, അൽമായരെ, അതായത് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരെ വിശുദ്ധരെന്നാണ് പൗലോസ് വിളിക്കുന്നത്. അങ്ങനെ ശരിക്കും വിശുദ്ധിയിൽ ജീവിച്ചുവെന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടവരെയാണ് സഭ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത്. ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്നുവെന്ന് സഭയ്ക്ക് ബോധ്യമുള്ളവരെ സഭ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നു. സഭയ്ക്ക് അറിയാത്ത ഒരുപാട് കോടാനുകോടി വിശുദ്ധരുണ്ട്. പക്ഷെ അത് വെളിപാട് പുസ്തകം 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സഭയ്ക്ക് ബോധ്യം വന്ന്, അതായത് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ മാത്രമല്ല, അവർ വിശുദ്ധിയിൽ ജീവിച്ചു. വിശുദ്ധിയിൽ ജീവിച്ച് ഇപ്പോൾ ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്നുവെന്ന് ഉറപ്പായി. വെളിപാട് പുസ്തകം 6ാമത്തെ അധ്യായം 9-13 രക്തസാക്ഷികളുടെ ആത്മാവുകളും 8ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ വിശുദ്ധരുടെ ആത്മാക്കളും വിശുദ്ധര് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ഉറപ്പുള്ള വിശുദ്ധരെയാണ് കാനണൈസ് ചെയ്യണേ. അങ്ങനെ 17,000 ചില്ലാനും പേരാണ് ഇപ്പോൾ കത്തോലിക്ക സഭയിലുള്ളത്. ഈ 2000 വർഷത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, കോടാനുകോടി വിശുദ്ധരുണ്ട്. പക്ഷെ സഭയ്ക്ക് നേരിട്ട് ബോധ്യം വന്ന സംഗതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാ സത്യവിശ്വാസികളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരെ വിശുദ്ധർ എന്നാണ് പൗലോസ് വിളിക്കുന്നതെങ്കിൽ, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവകൃപയിൽ ജീവിച്ച് അമലോത്ഭവിയായി കർത്തമാതാവായി ജീവിച്ചവളെ പരിശുദ്ധ മറിയെന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതങ്ങനെയല്ലേ വിളിക്കേണ്ടത്? അങ്ങനെ വിളിച്ചില്ലെങ്കിലല്ലേ തെറ്റ്? ഹാഗിയോസ് എന്നാണ് ഗ്രീക്കിൽ. ഹാഗിയോസ് വേർതിരിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ഹാഗിയോസ് അത് പിന്നെ പഴയ ഇംഗ്ലീഷിൽ ഹാലിഗ് പിന്നെ അത് ഹോളിയായി പുതിയ ഇംഗ്ലീഷിൽ. ലത്തീനിൽ സാങ്ക്തുസ് എന്നാണ്. സാങ്ക്തുസ് അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ സാങ്ക്ടിറ്റി, സെയിന്റ് ഒക്കെ ആയത്. അപ്പോൾ ലത്തീനിൽ നിന്ന് നമ്മൾ സെയിന്റ് ജോർജ്, സെയിന്റ് തോമസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് ലത്തീനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്ന് നമുക്ക് കിട്ടിയതാണ്. ഗ്രീക്കിൽ നിന്ന് കിട്ടിയതാണ് ഹാഗിയോസ്, പിന്നെ ഹാലിഗ്, അത് ഹോളിയായിട്ട് മാറി. ഭാഷയ്ക്ക് ഇങ്ങനെ രൂപാന്തരം വരികയാണ്. മറിയത്തിന്റെ കാര്യത്തിൽ തിരുവചനം തന്നെ അത് ഗംഭീരമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. മറിയം പരിശുദ്ധയാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ, ലൂക്കാസ് 1:28. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ, ലൂക്ക 1:42-45. കർത്താവിന്റെ അമ്മ, ലൂക്കാസ് 1:43.
നിന്റെ ഗർഭപാത്രം നിന്റെ മുലകളും ഭാഗ്യമുള്ളവ. ലൂക്കാസ് 11:27-28. യേശുവിൻ്റെ അമ്മ യോഹനം 19:25-27. യേശു സ്നേഹിച്ച ശിഷ്യന്മാരുടെ അമ്മ, അതേ ടെക്സ്റ്റ് തന്നെ. സഭയുടെ ആദ്യ സമുദായത്തിലെ അംഗം, അപ്പസ്തോലന്മാരുടെ നടപടി, സ്ലീഹന്മാരുടെ നടപടി 1:14. പിന്നെ ഉടമ്പടിയുടെ പേടകമാണെന്നും സ്വർഗത്തിൽ സൂര്യനെ ഉളയാടയാക്കിയ സ്ത്രീയാണെന്നും, അതായത് സ്വർഗീയ തേജത്തിൽ, ദൈവിക തേജത്തിൽ ആറാടി നിൽക്കുന്നവളാണെന്നും വെളിപാട് പുസ്തകം 11-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യവും 12-ാമത്തെ അധ്യായം ആദ്യത്തെ വാക്യം വെളിപ്പെടുത്തുന്നു. ഇനി ഒരുപാട് സംഗതികളുണ്ട് മറിയത്തെക്കുറിച്ച്. അപ്പോൾ അവളെ പരിശുദ്ധ മറിയമേ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരെ വിശുദ്ധർ എന്ന് വിളിക്കുകയാണ് പൗലോസ്. സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ ജീവിച്ചവളെ പരിശുദ്ധ മറിയം എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്. രക്ഷാചരിത്രത്തിൽ മറിയത്തേക്കാൾ ഉന്നതയായ ഒരു മനുഷ്യനോ സ്ത്രീയോ ഇല്ല. അതിനാൽ അവളെ പരിശുദ്ധ മറിയം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അതീവ പവിത്രതയുള്ളവൾ, അമലോത്ഭുതയായി സൃഷ്ടിക്കപ്പെട്ടവൾ, അമലോത്ഭുതയായി ജീവിച്ചവൾ, ദൈവത്തിന്റെ പരമപരിശുദ്ധിയിൽ ഏറ്റവും അടുത്ത് പങ്കുപറ്റിയത് മറിയമാണെന്ന് തിരുവചനങ്ങളാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ നാം അവളെ പരിശുദ്ധ മറിയമേ എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ അമ്മയെ നമ്മൾ ബഹുമാനിക്കുകയാണ്. നമുക്ക് അമ്മയായി യേശു തന്നെ നൽകിയതാണ്, ഇല്ലേ? ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യേശു താൻ സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും അവളെ തന്നെ, യേശുവിൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകി. ആ അമ്മ ഇത്രയും നല്ലൊരു അമ്മയാണെന്ന് കാണുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളുകയല്ലേ വേണ്ടത്? ആ അമ്മയെ ഇങ്ങനെ അപമാനിക്കാനായിട്ട് പെന്തക്കസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ലോകത്തുള്ള സകല സ്ത്രീകളെയും അവർ സ്വന്തം അമ്മയെയും പെങ്ങന്മാരെയും നാണം കെടുത്തല്ലേ അവർ ചെയ്യുന്നത്. അവർ വീട്ടിൽ കയറ്റാൻ പാടുണ്ടോ? അവർ വീട്ടിൽ കയറ്റാൻ പാടുണ്ടോ? സ്ത്രീ വർഗത്തെ മുഴുവൻ അവമാനിക്കുന്നവരെ നമ്മുടെ വീട്ടിൽ കയറ്റാൻ പാടുണ്ടോ? തീർന്നില്ല. പരിശുദ്ധ മറിയമേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ അമ്മയെപ്പോലെ പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നും, നമ്മൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ ആ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി വെല്ലുവിളി സ്വീകരിച്ചവരാണെന്നും, ആ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മറിയം തുണയായി വേണമെന്നും അമ്മ നമുക്ക് തുണയായി നിൽക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എത്ര ഗംഭീരമാണത്! നമുക്കതിനോട് ചേർന്ന്, തിരുവചനങ്ങളോട് ചേർന്ന് മറിയത്തെ വിളിക്കാം പരിശുദ്ധ മറിയമേ എന്ന്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.